ഹലോ ഗായ്സ്, രഴുളില്ലേ അങ്ങനെ ഞങ്ങളെ കാത്തിരി ഞങ്ങളുടെ ചേച്ചിയുടെ കല്യാണം എത്തി കേട്ടോ. തലേ ദിവസത്തെ റിസപ്ഷൻ ആണ് കേട്ടോ. ചെന്നപ്പോൾ തന്നെ ഇതായിരുന്നു അവസ്ഥ, ഒന്നും ആയിട്ടില്ലായിരുന്നു. എല്ലാവരും എത്തി തുടങ്ങുന്നേ ഉള്ളായിരുന്നു. പോസ്റ്റ് അടിച്ചിരുന്ന് തുടങ്ങിയപ്പോഴാണ് ഇവൻ വന്നത്. പിന്നെ ചേച്ചിയാണെങ്കിലോ ഒരുങ്ങാനും പോയി. ഇവൻ എൻ്റെ കസിനാട്ടോ. എൻ്റെ ചേട്ടനാണോ അനിയനാണോ എന്ന് ചോദിച്ചാൽ ആരാന്ന് എനിക്കറിയില്ല, കാരണം ഞങ്ങൾ തമ്മിൽ 10 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ അവനും അവളും കൂടി അവിടെ ഇരുന്ന് സുഡോക്ക് കളിക്കുമായിരുന്നു. എനിക്ക് പിന്നെ എൻ്റെ A to Z അറിയാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്തോട്ടും പോയില്ല. ഉച്ചയ്ക്കൊന്നും കഴിക്കുന്നത് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം നല്ലൊരു ചായയും അങ്ങ് തുടങ്ങി. ഫുഡ് സ്റ്റാർട്ട് ചെയ്തതും ആദ്യത്തെ ആൾക്കാർ ഞങ്ങൾ തന്നെ കേട്ടോ ഈ പന്തിയിൽ. പിന്നെ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇച്ചിരി ലൈറ്റായിട്ടേ എടുത്തോളൂ. കുറച്ച് ബിരിയാണി, ഇടിയപ്പം, ചിക്കൻ കറി, ബീഫ് കറി, ലാസ്റ്റ് നമ്മുടെ ചിക്കൻ ഫ്രൈയും. ഇതെല്ലാം കൂടി എടുത്തൊരു പിടി പിടിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ ജീവൻ വീണത്. അങ്ങനെ നമ്മുടെ ഗ്രൂം എത്തി. ഇതാട്ടോ ചെക്കൻ. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ പുടവെടുപ്പ് കഴിഞ്ഞേ. അത് കണ്ട് എൻ്റെ നിർവധി അണയുന്ന എൻ്റെ കുറച്ച് വീട്ടുകാരാണ് ഇത്. ഇതെൻ്റെ വൺ ഓഫ് ദ ക്യൂട്ട് സിസ്റ്റർ ആണ്. അതേപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബർ കൂടിയാട്ടോ ഇവള്. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. അങ്ങനെ അത് ചേച്ചിക്കും വെച്ച് കൊടുത്തു, അതേപോലെ ചേട്ടനും കൊടുത്തു. പിന്നെ ഞങ്ങളെ കസിൻസിൻ്റെ വക ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. കസിൻ്റെ കല്യാണത്തിന് കസിൻസിൻ്റെ ഡാൻസ് ഇല്ലാണ്ട് എന്ത് പരിപാടി. ഫസ്റ്റ് എന്നെ കുട്ടിപ്പട്ടാളത്തിൻ്റെ ഡാൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ആയിരുന്നു ഞങ്ങളുടെ ഡാൻസ് വരുന്നത്. പിന്നെ നമ്മുടെ കുരുട്ടിന്റെ സോളോ ഡാൻസ് ആയിരുന്നു കേട്ടോ. അവളങ്ങ് തകർത്താടി. പിന്നെ കല്യാണമൊക്കെ അല്ലേ, ഒരു ഓളമൊക്കെ വേണ്ടി നമ്മുടെ DJ ചേട്ടൻ്റെ വക 2 കൊട്ടലും ഉണ്ടായിരുന്നു. പിന്നെ അതിന് 2 സ്റ്റെപ്പ് ഇട്ടില്ലെങ്കിൽ മോശമല്ലേ. ലാസ്റ്റ് ഞങ്ങളുടെ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ അവസ്ഥ. എത്ര കുപ്പി വെള്ളം തീർത്തത് ഞങ്ങൾക്ക് പോലും അറിയില്ല.